ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷനിലേക്ക് നമുക്കൊന്ന് നീങ്ങാം. നമ്മുടെ സിസ്റ്റത്തിനെ നമ്മുടെ രീതിയിൽ തന്നെ പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടൂളും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓൺലി ഫോർ വിൻഡോസ് ആണ്. അതിൻ്റെ പേര് വിൻ എയറോ ട്വീക്കർ എന്നാണ്. ഇപ്പോൾ തന്നെ വിൻഡോസ് 11 വന്നു. നമുക്ക് ഒരുപാട് സെറ്റിംഗ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാതായി. ഈ സെറ്റിംഗ്സ് എല്ലാം എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഈ വിൻ എയറോ ട്വീക്കർ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ആപ്പ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. നമുക്ക് കുറച്ച് പേഴ്സണലൈസേഷൻ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ വിൻഡോസ് 11 ഹോം ഉള്ള എൻ്റെ ലാപ്ടോപ്പാണ്. ഗൂഗിൾ ചെയ്ത് തന്നെ തുടങ്ങാം. വിൻ എയറോ ട്വീക്കർ എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് ലിങ്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. നമുക്ക് ഇവിടെ തന്നെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുക. ആകെ ഒരു 5 MB സൈസേ ഉള്ളൂ. ഓക്കെ, നമുക്കിതിൽ വിൻ എയറോ ട്വീക്കർ സെറ്റപ്പ് നമുക്ക് റൺ ചെയ്യാം. ഇതിപ്പോൾ ഒരു സിപ്പ് ഫയലാണ് വന്നേക്കുന്നത്. ഇത് സിപ്പ് ഫയലിന് പുറത്ത് കൊണ്ടുവരണം. ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വിൻ എയറോ ട്വീക്കർ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളർ. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ റൺ ചെയ്യണോ വേണ്ടോ ചോദിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ വിസിറ്റ് winero.com ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് അത് അൺചെക്ക് ചെയ്തിട്ട് വിൻ എയറോ ട്വീക്കർ റൺ ചെയ്യാം. ഫിനിഷ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ എഗ്രി കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ വിൻ എയറോ ട്വീക്കറിൻ്റെ UI എന്ന് പറയുന്നത്. നമുക്കിതിൽ തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ലോഡ് മോഡിഫിക്കേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കതിപ്പോൾ ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്കിപ്പോൾ വേണ്ടിയിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ടു മെൻഷൻ ഓൾ ദോസ് മോഡിഫിക്കേഷൻ ഇൻ ദ കമൻറ്റ്സ് ബിലോ. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ വിൻഡോസ് 11 സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോപ്പൈലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബിങ്ങിൻ്റെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ബിങ്ങിൻ്റെ തന്നെ ഒരു AI ആണ്. ഇപ്പോൾ ChatGPT 4 ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോപ്പൈലറ്റ് യൂസ് ചെയ്യാം. അതിനെ ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിടക്കട്ടെ. ഇവിടെ അപ്പിയറൻസിനകത്ത് സ്റ്റാർട്ടപ്പ് സൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വിൻഡോസ് 11 എപ്പോഴും ജസ്റ്റ് ഒരു ചെറിയൊരു ജിങ്കിൾ മാത്രമേ പ്ലേ ചെയ്യാറുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ആ ട്രാക്ക് വേണമെങ്കിൽ മാറ്റാം. എനിക്കിപ്പോൾ എക്സ്പിയുടെ സൗണ്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വിൻഡോസ് എക്സ്പിയുടെ സൗണ്ട് അതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൗണ്ട് കൂടാണ്. ഇപ്പോൾ താഴെ ബിഹേവിയർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ആഡ്സ് ആൻഡ് അൺവാണ്ടഡ് ആപ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ എന്താ പറയണ്ടേ, ആഡ്സ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ആഡ്വെയറിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ആഡ്സ് ഒക്കെ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ഇതിൽ ഡിസേബിൾ ആഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് സബ് ഓപ്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് അൺവാണ്ടഡ് ആപ്സ് ദാറ്റ് വിൻഡോസ് ഇൻസ്റ്റാൾസ് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചില സമയം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത പല ആപ്പുകളും തിരിച്ച് കയറി വരും, വിൻഡോസിൻ്റെ സ്വന്തമായിട്ടുള്ളത്. അത് പിന്നെ സ്റ്റാർട്ട് മെനുവിൽ സജഷൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ 11 വന്നപ്പോൾ ഇവിടെ സജഷൻസ് ഒരുപാടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസേബിൾ ഇട്ടേക്കാണ്. പിന്നെ പേഴ്സണലൈസ്ഡ് ആഡ്സ് വരുന്നത്, ഈ ടൈലേർഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പിന്നെ റീസെറ്റ് ആവാറാണ് പതിവ്. നമ്മൾ ഡിസേബിൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഡിസേബിൾ ആഡ്സ് ഇൻ വിൻഡോസ് എന്ന് കൊടുക്കുക. ഇവിടെ താഴെ പറയുന്നുണ്ട് യു നീഡ് ടു റീബൂട്ട് വിൻഡോസ് ഫോർ ചേഞ്ചസ് ടു ടേക്ക് എഫക്റ്റ് എന്ന്. പിന്നീട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ് ലേറ്റർ എന്ന് കൊടുക്കാം. ബിഹേവിയറിൽ തന്നെ വേറൊരു ഫീച്ചറാണ് ഡിസേബിൾ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളത്. നമുക്കിപ്പോൾ അപ്ഡേറ്റ്സ് നമുക്ക് വേണ്ട, ജസ്റ്റ് ലൈക്ക് ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ്സ് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ബൈ ഡീഫോൾട്ട് വിൻഡോസിൽ പറ്റത്തില്ലെങ്കിലും വിൻ എയറോ ട്വീക്കർ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിസേബിൾ വിൻഡോസ് അപ്ഡേറ്റ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഉള്ളതൊന്നും ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. എനിക്കതെല്ലാം അപ്ഡേറ്റ്സ് വേണ്ടതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്യുന്നില്ല. നമുക്കിതിൽ വേറൊരു ഫീച്ചർ ഞാൻ കണ്ടതാണ്, ബൂട്ട് ആൻഡ് ലോഗോ എന്നുള്ളതിന്. അപ്പോൾ അതിൽ ലോക്ക് സ്ക്രീൻ ഇമേജസ് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ടൈമായിട്ട് മാറുന്ന ഇമേജ് അല്ല, അത് നമുക്ക് അവൈലബിൾ ആക്കാം. അതായത് നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിന് വേറൊരു സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്ത് മാറ്റാവുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ ഫൈൻഡ് ലോക്ക് സ്ക്രീൻ ഇമേജിൽ പോയി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ ഉണ്ട്, പോർട്രേറ്റും ഉണ്ട്. എനിക്കിവിടെ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ ആണ്, ഗെറ്റ് ദിസ് വൺ കൊടുക്കുക. ഇത് എവിടെയാണ് സേവ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ആ ഇമേജ് ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട്. അത് മാത്രമല്ല ഇവിടെ വേറെ നടുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഗെറ്റ് ഓൾ ഇമേജസ് സ്റ്റോർഡ് ഓൺ ദിസ് പീസ്. ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ വരുന്ന സകല ഇമേജുകളും ഈ ഒരു ഫോൾഡറാണ് സ്റ്റോർ ആവുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ അകത്തുള്ള ലോക്ക് സ്ക്രീൻ ഒന്ന് ഇതാണ്, പിന്നെ ഇത്. നൈസ്, അത് കൊള്ളാം. എനിക്ക് നല്ല രസമുള്ള ഒരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ ഡെസ്ക്ടോപ്പ് ആൻഡ് ടാസ്ക് ബാർ എന്നുള്ള സെക്ഷനിൽ കണ്ടൊരു സംഭവമാണ് ഷോ സെക്കൻഡ്സ് ഓൺ ടാസ്ക് ബാർ ക്ലോക്ക്. നമ്മുടെ ക്ലോക്ക് എപ്പോഴും അവേഴ്സ് ആൻഡ് മിനിറ്റ്സ് മാത്രമേ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് സെക്കൻഡ്സ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷോ സെക്കൻഡ്സ് ഓൺ ടാസ്ക് ബാർ ക്ലോക്ക് എന്നുള്ളതിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി.
പിന്നെയുള്ളൊരു ഫീച്ചറാണ് വാൾപേപ്പർ ക്വാളിറ്റി എന്നുള്ളത്. നമ്മുടെ വിൻഡോസിൽ നമ്മൾ ഏത് വാൾപേപ്പർ നമ്മൾ ലോഡ് ചെയ്തെന്ന് പറഞ്ഞാലും അത് കുറച്ചെങ്കിലും കംപ്രസ് ചെയ്യും, ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി കുറച്ചൊന്ന് കുറയ്ക്കും. വേറെ ഈ വാൾപേപ്പർ ക്വാളിറ്റി എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഒരു സ്ലൈഡർ ഉണ്ട്. ഈ സ്ലൈഡർ സ്ലൈഡ് ചെയ്ത് നമുക്ക് വാൾപേപ്പറിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലോട്ട് മാറ്റാം. പിന്നെ ഈ കോൺടാക്സ്റ്റ് മെനു എന്നുള്ള സെക്ഷനിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോഴാണ് സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതൊരു സമയത്ത് വിൻഡോസ് 10 സ്ക്രീൻഷോട്ട് നമുക്ക് ഏരിയ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ടൂളായിരുന്നു. അത് പിന്നീട് വിൻഡോസ് 11 അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നതനുസരിച്ച് അത് റിമൂവ് ആയിപ്പോയി. ഇപ്പോൾ വേറെ ടൂൾസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന സ്നിപ്പിംഗ് ടൂൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ നമുക്കിത് റീഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ആഡ് സ്നിപ്പിംഗ് ടൂൾ ടു ഡെസ്ക്ടോപ്പ് കോൺടാക്സ്റ്റ് മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളൊരു ഫീച്ചറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ വിൻഡോസ് ആപ്സ് എന്നുള്ള സെക്ഷനിൽ ഡിസേബിൾ കോർട്ടാന എന്നുള്ളത്. വിൻഡോസ് 10 നമുക്ക് ഒരു AI തന്നിട്ടുണ്ട്. AI എന്ന് പറയാൻ പറ്റുമോ, ചാറ്റ് ബോട്ട് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു വലിയ യൂസ് ഒന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു കോർട്ടാന. ഒരു ഡീറ്റെയിൽ അസിസ്റ്റൻ്റ് എന്ന് വേണമെങ്കിലും പറയാം. അതിന് പേര് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽ അസിസ്റ്റൻ്റ്, വലിയ വർക്കൊന്നും ചെയ്യാറില്ല. നമുക്ക് ആ കൊർട്ടാനെ ഹൈഡ് ചെയ്ത് വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കാലമായിട്ട്. നമ്മൾ ടാസ്ക് ബാർ എന്നാണ് പറയുന്നത്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊർട്ടാന ഹൈഡ് ചെയ്ത് വെക്കാറ് പതിവ്. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് ഗെറ്റ് ക്ലാസിക് ആപ്സ്. നമ്മൾ വിൻഡോസ് 7 യൂസ് ചെയ്തിരുന്ന കുറേ ആപ്പുകളുടെ സ്റ്റൈലുകളുണ്ട്. അത് നമ്മൾ പലരും എന്താ പറയണ്ടേ, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പലരും അത് മിസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിൻഡോസ് ഫോട്ടോ വ്യൂവർ. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇതിൽ ഒരു ഫോട്ടോ വ്യൂവർ ഉണ്ട്. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ UI വരുന്നത്. പക്ഷേ അത് പലരും ആ പഴയ ഫോട്ടോ വ്യൂവറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ചിന്തയുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാം. എനിക്ക് അതിനോട് അത്യാവശ്യം നല്ല ഭ്രാന്തുണ്ട്, അതുകൊണ്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ആക്ടിവേറ്റ് വിൻഡോസ് ഫോട്ടോ വ്യൂവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് ആപ്പ് സെറ്റിങ്സിലേക്ക് പോകും, സെർച്ച് ചെയ്യാം. നമുക്കിവിടെ വിൻഡോസ് ഫോട്ടോ വ്യൂവർ എന്നുള്ള സെക്ഷൻ ഇതുണ്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതിപ്പോൾ രണ്ടാമത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഓൾവേസ് ആക്കുക, ആൻഡ് വല ഇതാണ് ആ പഴയ വിൻഡോസ് ഫോട്ടോ വ്യൂവർ. എനിക്കറിയില്ല, ഒരു ലോഡ് ഫാൻസ് ഇതിനു വേണ്ടി ഉണ്ട്. അത് വിൻഡോസ് 7 ഫോട്ടോ വ്യൂവർ ആണ്. ഇതിൽ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അറിയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ബബിൾ എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ. അതൊരു വല്ലാത്ത തരം, എനിക്കതിന് അറിയത്തില്ല എങ്ങനെ അത് പറയണമെന്ന്. അപ്പോൾ നെക്സ്റ്റ് ഈസ് ദ ക്ലാസിക് കാൽക്കുലേറ്റർ. വിൻഡോസ് ലെവലിൽ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ഒരു സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇവിടെ ക്ലാസിക് കാൽക്കുലേറ്റർ ആപ്പ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് വിന്നേറോയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പഴയ സ്റ്റൈൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ക്ലാസിക് ഗെയിംസ്, ഇത് ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. ഇവിടെ ഫ്രീ സെല്ല്, സോളിറ്റയർ, പിന്നെന്താ ഏറ്റവും കിടലോസ്കി ഒരു ഗെയിമുണ്ട് മൈൻ സ്വീപ്പർ. അതെല്ലാം വിൻഡോസ് 7 ഉണ്ടായിരുന്നു. അത് നമുക്ക് തിരിച്ച് 10 നമുക്ക് കൊണ്ടുവരാം. അത് ഗെറ്റ് ക്ലാസിക് ഗെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ വിന്നേറോടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഈ പറയുന്ന ക്ലാസിക് ഗെയിംസ് എല്ലാം കൂടെ ഉള്ളത്. ബൈ ദ വേ, നമ്മൾ വിൻഡോസ് XPയിലെ കുറേ ഗെയിമുകൾ എങ്ങനെ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വിൻഡോസ് 11 എങ്ങനെ നമുക്ക് കളിക്കാമെന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഞാനതിനെ വേണമെങ്കിൽ ഇതിൽ ടാഗ് ചെയ്യാം. അതിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഷോർട്ട് വീഡിയോ ലിങ്ക് കൊടുക്കാം. പിന്നെയുള്ളത് ക്ലാസിക് നോട്ട് പാഡ്. ഇതാണ് ഇപ്പോഴത്തെ നോട്ട് പാഡ്. ലൈക്ക് ഇഷ്ടംപോലെ എന്താ പറയണ്ടേ, ഇഷ്ടംപോലെ ടാബുകളുണ്ട്. സ്റ്റിൽ നമുക്ക് ക്ലാസിക് നോട്ട് പാഡ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഗെറ്റ് ക്ലാസിക് നോട്ട് പാഡ് ക്ലിക്ക് ചെയ്താൽ അതുമായിട്ടുള്ള വെബ്സൈറ്റിൽ പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാം വിന്നേറോടെ സൈറ്റിൽ തന്നെ ഉണ്ട്. പെയിൻറ്റ്, ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ് പെയിൻറ്റ് ഉണ്ടോ? പെയിൻറ്റ് ഉണ്ട്. യെസ്, കൊള്ളാം. ഇത് സ്റ്റിൽ മൈക്രോസോഫ്റ്റ് പെയിൻറ്റ് തരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം. അതൊക്കെ ചുമ്മാ റെയിൽവേ ട്രാക്കൊക്കെ വരച്ചുകൊണ്ടിരുന്നുണ്ടോ എൻ്റെ പെൻസിൽ ടൂളൊക്കെ വെച്ച്. ഒരു ഡെസ്ക്ടോപ്പ് ഗാഡ്ജറ്റ് ആയിരുന്നു സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. എന്താ പറയുക, അതൊരു ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ നോട്ട്സ് നമ്മൾ എഴുതി ഒട്ടിക്കുന്ന പോലെ തന്നെ കീറിയെടുത്ത് ഒട്ടിക്കുക. ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഗെറ്റ് ക്ലാസിക് സ്റ്റിക്കി നോട്ട്സ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ക്ലാസിക് വേർഡ് പാഡ്, പഴയ വേർഡ് പാഡ്. ഇതിനകത്ത് ഇപ്പോഴത്തെ എങ്ങനെയാ, ഒരു സിമ്പിൾസ് വേർഡ് പാഡാണ്. ബൈ ദ വേ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. വിൻഡോസ് 11 ചിലപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ വേർഡ് പാഡ് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നോട്ട് പാഡ് ഇത് രണ്ടിൻ്റെ ആദ്യം ഉറപ്പൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നു. അത് നമുക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യാം. പിന്നെ ഇതേ
സെക്ഷനിലുള്ള ക്ലാസിക് ആപ്പ് സെക്ഷനിലുള്ളതാണ് ഡെസ്ക്ടോപ്പ് ഗാഡ്ജറ്റ്സ്. അത് വില കിടിലമാണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ലെങ്കിലും കാണിച്ചു തരാം. നമ്മുടെ ഈ ഫ്ലിപ്പ് കലണ്ടർ, നമ്മുടെ ക്ലോക്കിൻ്റെ വിഡ്ജറ്റ്, ഈ പറയുന്ന CPU-ൻ്റെ റാമിൻ്റെ യൂസേജ് കാണിക്കുന്ന ജസ്റ്റ് ഒരു സ്പീഡോമീറ്റർ പോലത്തെ ഒരു വിഡ്ജറ്റ്, ഇതെല്ലാം ഉള്ള ഒരു സംഭവമാണ് ശരിക്കും ഈ പറയുന്ന ഇതുകൊണ്ട് വിഡ്ജറ്റ് ഗാലറി. പക്ഷേ നല്ല രസമുള്ളൊരു ആപ്പാണിത്. പിന്നെ ഇതിൽ പറയുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ട്, അത് ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും വേറൊരു വീഡിയോയിൽ, വിച്ച് വിൽ ബി റിലീസ് സൂൺ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള ആപ്പുകളുമായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.